ഞാൻ ഡോക്ടർ മരിയലിസ മാത്യു, വെറ്റിനറി ഡോക്ടറാണ്. യുദ്ധം വന്നു, നമ്മുടെ അടുക്കളയെ യുദ്ധം ബാധിക്കുമെന്ന് നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. പാചകവാതക ക്ഷാമം ഉണ്ടായേക്കുമെന്ന ചിന്ത പോലും ആളുകളെ പരിഭ്രാന്തരാക്കുന്നുണ്ട്. ഒരു ബയോഗ്യാസ് പ്ലാന്റ് എങ്ങനെ സ്ഥാപിക്കാം എന്നതാണ് പലരുടെയും ചിന്ത. ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിക്കാൻ സഹായിക്കുകയും സബ്സിഡി നൽകുകയും ചെയ്യുന്ന നിരവധി ഏജൻസികളുണ്ട്. MNRE, മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി, നാഷണൽ ബയോഗ്യാസ് ആൻഡ് മനുവർ മാനേജ്മെന്റ് പ്രോഗ്രാമിലൂടെയാണ് സഹായം ലഭിക്കുന്നത്. അനർട്ട് വഴിയും ബയോഗ്യാസ് പ്ലാന്റ് പണിയാം. മറ്റൊന്നാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ. പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും വീട്ടുമാലിന്യ സംസ്കരണ ബയോഗ്യാസ് പ്ലാന്റുകൾക്ക് അധിക സബ്സിഡി നൽകാറുണ്ട്. ചെലവിന്റെ 50% വരെ സഹായം ലഭിക്കാം. കുടുംബശ്രീ യൂണിറ്റുകൾ വഴിയും അടുക്കള മാലിന്യ സംസ്കരണത്തിന് ബയോഗ്യാസ് പ്ലാന്റുകൾ നൽകാറുണ്ട്. ഇതിനുവേണ്ടി അപേക്ഷിക്കേണ്ടത് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി ഓഫീസ്, അനർട്ട് ജില്ലാ ഓഫീസ്, സമീപമുള്ള കൃഷിഭവൻ. സാധാരണ വീട്ടുപയോഗ ബയോഗ്യാസ് പ്ലാന്റിന് ഏകദേശം 9,000 മുതൽ 20,000 വരെ സബ്സിഡി ലഭിക്കാൻ സാധ്യതയുണ്ട്, പ്ലാന്റിന്റെ വലിപ്പം അനുസരിച്ച്.